നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പുകൾ എല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കാരണം ചരിത്രത്തിലടക്കം ഇടം നേടി എന്ന വലിയ വായിൽ പറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണ മികവ് കാരണം സാധാരണക്കാരായ മനുഷ്യർ എത്രത്തോളം ബുദ്ധിമുട്ടിയെന്നും ഈ ഭരണ മികവ് കാരണം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഒരു നഗരസഭയും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധമടക്കം നടന്ന ഇടങ്ങളിൽ നിന്ന് ഇനി ഇതാ പുതിയൊരു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്വാധീനം ഏറി നിൽക്കുന്നു എന്ന ഘട്ടം നിൽക്കുമ്പോഴായിരുന്നു BJPയുടെ തിരുവനന്തപുരത്തെ തിരുമലയിലെ കൗൺസിലറായ അനിലിന്റെ ആത്മഹത്യ. പ്രത്യേകിച്ചും ഈ പ്രാദേശിക നേതാക്കളെയും പ്രധാനമായും BJP നേതൃത്വത്തിനെ അടക്കം പ്രതിപ്പട്ടികയിൽ നിർത്തിക്കൊണ്ട് ഉള്ള ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെയാണ് BJPക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു മുന്നേറ്റം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ ഇടിവെട്ട് നീക്കം നടക്കുകയാണ്. KS ശബരിനാഥനെ ഉയർത്തിക്കാട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കരുത്തുകാട്ടാൻ കോൺഗ്രസിന് ധാരണ. ഇന്നലെ DCC ഓഫീസിൽ ചേർന്ന കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. BJPക്ക് വ്യക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ ജനകീയരായ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന AICCയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിയെ കളത്തിലിറക്കുന്നത്. കവടിയാർ വാർഡിൽ നിന്നാകും ശബരി മത്സരിക്കുക. അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതലയുള്ള K മുരളീധരൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC ഭാരവാഹികളും KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും കോർപ്പറേഷനിൽ മത്സരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ശബരിയെ പോലെ ഒരു മുൻ MLA കോൺഗ്രസ് കളത്തിലിറക്കുന്നത്. ശബരിയെ മുൻനിർത്തിയുള്ള പ്രചരണത്തിന് നഗരത്തിലെ യുവാക്കളെ അടക്കം ആകർഷിക്കാനാകും എന്നാണ് വിലയിരുത്തൽ. കടപുഴകിയ മുഖങ്ങൾക്ക് പകരം പൊതു സ്വീകാര്യമാണ് പാർട്ടിയിൽ പ്രധാനമായും സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത്. ഭാവി തിരുവനന്തപുരത്തെ പറ്റി സംസാരിക്കുന്ന ശബരിയിലൂടെ വിദ്യാസമ്പന്നരുടെ അടക്കം വോട്ട് ആകർഷിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. പരമാവധി യുവാക്കൾക്ക് സീറ്റ് നൽകിയാകും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. ഇതിനോടൊപ്പം മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള പരിചയസമ്പന്നരെയും പരിഗണിക്കും. ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ട എന്ന് ഉറപ്പുള്ളതും തർക്കമില്ലാത്തതുമായ 48 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തീരുമാനമായി എന്നാണ് വിവരം. ചില സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഞായറാഴ്ചയോ ഇന്നോ അല്ലെങ്കിൽ നാളെയോ പുറത്തുവിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2025 CETയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശബരിനാഥൻ പിതാവ് G കാർത്തികേയന്റെ നിര്യാണത്തെ തുടർന്നാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. 2015 ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ M വിജയകുമാറിനെ 10,128 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 2016 വിജയം ആവർത്തിച്ചെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം KPCC പുനർസംഘടനയിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. തിങ്കളാഴ്ച K മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. 101 വാർഡുകളിലൂടെയും കടന്നുപോകുന്ന ജാഥയിൽ എല്ലാ വാർഡുകളിലും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും. വീണ S നായർ, MS അനിൽകുമാർ, GB ഹരി എന്നിവരോടടക്കം മത്സരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. നിലവിൽ UDFന് 10 സീറ്റുകൾ മാത്രമാണ് സ്വന്തമായുള്ളത്. 8 സീറ്റുകൾ കോൺഗ്രസിനും 2 സീറ്റുകൾ ഘടകകക്ഷികൾക്കുമാണ് ഉള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കണ്ടറിയാം തിരുവനന്തപുരത്ത് വമ്പൻ മാറ്റങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന്.